وبركاته. الحمد لله رب العالمين. الصلاة والسلام على رسول الأمين وعلى آله وصحابه أجمعين. أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ഏറെ പ്രിയപ്പെട്ട പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അറബി പെഡഗോഗിയുടെ കഴിഞ്ഞ 2025 ഡിസംബർ എക്സാമിൽ 2026 ഫെബ്രുവരിയിൽ നടന്ന 2025 കേട്ടറ്റ് പരീക്ഷയുടെ ചോദ്യ പേപ്പർ വിശകലനമാണ്. പല ചോദ്യങ്ങളും ഒന്നിലധികം ആൻസറുകൾ ശരിയായി ഫീൽ ചെയ്ത ഒരു എക്സാമിനേഷൻ ആയിരുന്നു. എന്നാലും നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ തന്നെയും ചോദ്യ പേപ്പർ അതേപോലെ സ്റ്റേറ്റ്മെന്റുകളായി വന്ന ഒരുപാട് ചോദ്യങ്ങൾ, പ്രത്യേകിച്ചും പെഡഗോഗിയിലായിരുന്നാലും അദബിലായിരുന്നാലും നമ്മൾ എന്താണോ പഠിപ്പിച്ചത് അത് തന്നെ ചോദ്യ പേപ്പറിൽ വന്ന ഒരു പരീക്ഷ കൂടിയായിരുന്നു നമ്മുടെ കഴിഞ്ഞ കേട്ടറ്റ് പരീക്ഷ എന്നുള്ളത്. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് എന്തായാലും അധികം വൈകാതെ ചർച്ചയിലേക്ക് കടക്കേണ്ടതുണ്ട്. നമുക്ക് ആദ്യം നമ്മളിപ്പോ ഒരു ടോപ്പിക്ക് ബേസ് ചെയ്തുകൊണ്ടാണ് ചർച്ചയ്ക്ക് ഇൻഷാ അല്ലാഹ് ഇരിക്കുന്നത്. നമ്മള് ഈ ഒരു സിലബസിൽ ആദ്യ ടോപ്പിക് ആയിട്ടുള്ള ഭാഷയുടെ നിർവചനം, അതിന്റെ വളർച്ച എന്ന ഒരു ഭാഗമുണ്ട്. അതുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ചെറിയ ചോദ്യങ്ങളിലൊക്കെ നമുക്ക് നോക്കാം. ഒരു ഭാഷയെ അതിന്റെ ജീവോത്സക നിലനിർത്തുക എന്ന് പറയും. ഭാഷയുടെ ജീവോത്സക നിലനിർത്തുന്നത് ഹീനമാ തക്കൂനു, അതായിരിക്കുമ്പോഴാണ്. എങ്ങനെ? മഹ്ഫൂദത്തുൻ ഫിൽ കുതുബി വൽ ആദാബ്, സാഹിത്യ ഗ്രന്ഥങ്ങളിൽ അത് ക്രോഡീകരിക്കപ്പെട്ടപ്പോഴാണോ? മദ്റൂസത്തുൻ ഫിൽ മദാരിസി വൽ മആഹിദി, സ്കൂളുകളിലും ഇൻസ്റ്റിറ്റ്യൂഷൻസിലും പഠിപ്പിക്കുമ്പോഴാണോ? മുസ്തഖിദമത്തൻ ഫിൽ ജറാഇദി വൽ മജല്ലാത്ത്, നമ്മുടെ പത്രഏടുകളിലും അതേപോലെ തന്നെ മാഗസീനുകളും പഠിപ്പിക്കുമ്പോഴാണോ? അതല്ല മുതദാവലത്തൻ അല അൽസിൻ, അതാണ് നമ്മൾ യൂഷ്വലി സംസാരിക്കുമ്പോഴാണ്, ജസ്റ്റ് ഓറലായിട്ട് സംസാരിക്കുമ്പോഴാണ്. അപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് എല്ലാവരും ആൻസർ ചെയ്യണം കേട്ടോ, എല്ലാവരും ആൻസർ ചെയ്യണം, നിർബന്ധമായിട്ട് ആൻസർ ചെയ്യണം. നമ്മളിത് ക്ലാസ്സിൽ തന്നെ പറഞ്ഞൊരു കാര്യമാണ്. അല്ലുവത്തു ഹയ്യത്തൻ വ നശീത്തൻ, അല്ലെ? ഒരു ഭാഷ എന്ന് പറയുന്നത് വളരെ ആക്റ്റീവായിട്ടും ജീവോത്സകയും നിറഞ്ഞു നിൽക്കുന്നത് ഹീനമാ തക്കൂനും മുതദാവിലത്തു അല അൽസിനിന്നാസ്, ജനങ്ങളുടെ നാവിലൂടെ അല്ലെങ്കിൽ ജനങ്ങളുടെ സംസാരങ്ങളിലൂടെ നിരന്തരം ഉപയോഗിക്കുമ്പോഴാണ് ഒരു ഭാഷ അതിന്റെ ജീവോത്സകത നിലനിർത്തുന്നത് എന്ന് ഞാൻ ക്ലാസ്സുകളിൽ നിങ്ങളെ പഠിപ്പിച്ചിരുന്നു. ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. മുമ്പ് കേട്ടറ്റ് പരീക്ഷയ്ക്ക് തന്നെ ചോദിച്ച ഒരു പോയിന്റ് ആണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതേ പോയിന്റ് കുറച്ചുകൂടി ഒന്ന് മോഡേണിറ്റിക് ആയിട്ട് ഇത്തവണ ഒരിക്കൽ കൂടി ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇത് തെറ്റാന് സാധ്യതയില്ലാത്തൊരു ചോദ്യമായിരുന്നു, അല്ലെ? ഓക്കെ അല്ലേ? അപ്പൊ ബാക്കിയുള്ളവർക്ക് ബാക്കിയുള്ള എനെയും ബിനെയും സീനെയൊക്കെ പറ്റി ചില ഇതുണ്ട്. അപ്പം എന്താണ്, ഗ്രന്ഥങ്ങളിലും സാഹിത്യങ്ങളിലും ഒക്കെ ഭാഷ ഉപയോഗിക്കുന്നില്ലേ? സ്കൂളുകളിലും ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഒക്കെ പഠിപ്പിക്കുന്നില്ലേ? പത്രങ്ങളിലും മാഗസീനുകളിലും ഒക്കെ ഭാഷയല്ലേ ഉപയോഗിക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. ഭാഷ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. പക്ഷെ ഭാഷയുടെ ജീവോത്സകത നിറഞ്ഞു നിൽക്കുന്നത് അതിൽ ഉപയോഗിക്കുന്നത് കൊണ്ടല്ല, മറിച്ച് നമ്മൾ സംസാരിക്കുന്നത് കൊണ്ടാണ്. ഇപ്പോ ഈ സംസ്കൃത ഭാഷ എന്ന് പറയുന്ന ഒരു ഭാഷയുണ്ട്, ഇന്ത്യൻ ഭാഷയാണ് സംസ്കൃത ഭാഷ. ആ ഭാഷ പഠിപ്പിക്കപ്പെടുന്ന ഭാഷയാണ്, വായിക്കപ്പെടുന്ന ഭാഷയാണ്. പക്ഷേ
അത് ജനങ്ങൾ സംസാരിക്കപ്പെടുന്ന ഒരു ഭാഷ ആയി മാറിയിട്ടില്ല ഇപ്പോൾ ഇന്നത്തെ കാലത്ത്. അതുകൊണ്ട് തന്നെ അത് നല്ല ഒരു ആക്റ്റീവായിട്ടുള്ള ഭാഷയായിട്ട് ഭാഷാ പണ്ഡിതന്മാര് എണ്ണപ്പെടുന്നുമില്ല. അൽ കലാം, ഭാഷ, സംസാരം എന്ന് പറയുന്നത്, സ്പീച്ച് എന്ന് പറയുന്നത് ഡേഷ് നഷാത്തുൻ, അൽ കലാമു ഡേഷ് നഷാത്തുൻ, ഒരു ആക്ടിവിറ്റിയാണ്. എങ്ങനത്തെ ഒരു ആക്ടിവിറ്റിയാണ്? ലുഗവിയും ലിംഗ്വിസ്റ്റിക്സ് ആയിട്ടുള്ള, നഹ്വിയും ഗ്രമാറ്റിക്കൽ ആയിട്ടുള്ള, സൊർഫിയൻ മോർഫോളജിക്കൽ ആയിട്ടുള്ള, കുല്ലഖത്താൻ എല്ലാം തെറ്റാണ്. അൽ കലാമു നഷാത്തുൻ ലുഗവിയൻ, ഭാഷാപരമായിട്ടുള്ള അല്ലെ, ഭാഷാപരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് സംസാരം അഥവാ കലാം എന്നുള്ളത്, വാക്ക് എന്ന് പറയുന്നത്. അല്ലാതെ ഗ്രമാറ്റിക്കലോ മോർഫോളജിക്കലോ ആയിട്ടുള്ള ഒരു പ്രവർത്തനത്തിൽ പെടുന്നതല്ല എന്ന് കൂടി മനസ്സിലാക്കുക. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കണം. ഇഫ്തറൽ അസിഹു മിന തസ്രീഹാത്തുൽ ആത്തിയ ഫി തഅല്ലുമുൽ ലുഗത്തുൽ അജ്നബിയ, അതായത് ഏറ്റവും ശരിയായ സ്റ്റേറ്റ്മെന്റ് തിരഞ്ഞെടുക്കണം. ഇഫ്തറൽ അസിഹു മിന തസ്രീഹാത്തുൽ ആത്തിയ, അപ്പൊ അതിനകത്ത് ഈ ഒരു കാര്യം നിങ്ങൾ ഇത് അടിവരയിട്ട് പഠിക്കേണ്ട, പെഡഗോജിയിൽ അടിവരയിട്ട് നമ്മൾ പഠിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അസിഹ് എന്ന് പറഞ്ഞ ഒരു വാക്ക് എന്താണ് റീസൺ? സിഹീഹ് എന്ന് പറഞ്ഞാൽ ശരിയായെന്ന് അർത്ഥമുള്ളൂ. അപ്പം ബാക്കിയുള്ളതൊക്കെ തെറ്റാണെന്ന് അർത്ഥം. എന്നാൽ ഇവിടത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് എല്ലാം ശരിയാകാം, എന്നാൽ അതിൽ തന്നെ ഏറ്റവും ശരിയായത് എന്നുള്ളതാണ്. വിദേശ ഭാഷ പഠനം, ഫോറിൻ ലാംഗ്വേജ് സ്റ്റഡീസിൽ അൽ ഒറുദുൽ വഹീദ് മിൻ ദിറാസത്തിഹ വ തവാസുൽ, ഇതിന് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ലൈസ ഹുനാക ഹദഫുൻ വാഹിദുൻ മുഅയ്യനുൻ ഫി ദിറാസത്തിഹ, അതിന്റെ പഠനത്തിൽ എന്തില്ല, ഒരൊറ്റ ലക്ഷ്യത്തെ മാത്രം കേന്ദ്രീകരിക്കുന്നില്ല, ഒരൊറ്റ ലക്ഷ്യം എന്ന് പറയുന്നില്ല, പകരം പല പല ലക്ഷ്യങ്ങൾ അതിനുണ്ട്. ദിറാസത്തിഹ തുസാഇദു അലാ തഗല്ലുബി അല ശുഅബി അന്നാതിഖ് ബിഹ, അതായത് അതിന്റെ പഠനം എന്ന് പറയുന്നത് തുസാഇദു അലാ തഗല്ലുബി അല ശുഅബി അന്നാതിഖ് ബിഹ, അത് സംസാരിക്കുന്ന ജനങ്ങളോട് പിടിച്ചു നിൽക്കാൻ. ഉദാഹരണത്തിന് മലയാളം പഠിച്ചു കഴിഞ്ഞാൽ മലയാളികളോട് പിടിച്ചു നിൽക്കാൻ, ഡൊമിനേറ്റ് ചെയ്യാൻ എന്ത് നമ്മളെ സഹായിക്കും. ദിറാസത്തുഹ തുസാഇദു അല സുഫ്വത്തി ലുഗത്തിൽ ഉമ്മി വ തഖ്വിയതിഹ, അതെന്താണ് പറയുന്നത്? അതിന്റെ ഭാഷയുടെ പഠനം എന്ന് പറയുന്നത് നമ്മുടെ മാതൃഭാഷ എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടി റീഫൈൻ ചെയ്യാനും സ്ട്രെങ്തൻ ചെയ്യാനും പറ്റും എന്നുള്ളതാണ്. കുറച്ചുകൂടി എന്ത് ചെയ്യാൻ പറ്റും, സ്ട്രെങ്തൻ ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ വിദേശ ഭാഷ പഠനത്തിൽ ഏറ്റവും ശരിയായത് ഏത്? ഒന്ന് ആൻസർ ചെയ്യോ? അതെ, ലൈസ ഹുനാക ഹദഫുൻ വാഹിദുൻ മുഅയ്യിനുൻ ഫി ദിറാസതിഹ, അതിന് വേണ്ട പ്രത്യേകപരമായിട്ടുള്ള ഒരു ലക്ഷ്യം നമുക്ക് പറയാൻ പറ്റൂല. ഒട്ടനവധി ലക്ഷ്യങ്ങളുണ്ട് അതിനെ പഠിക്കാൻ. കമ്മ്യൂണിക്കേഷൻ മനസ്സിലാക്കാൻ വേണ്ടി ഇപ്പൊ ഇംഗ്ലീഷ് നമ്മൾ എന്തിനാ പഠിക്കണേ? പുറം രാജ്യത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ. മാത്രമല്ല, ഒരു ഫോറിനർ വന്നു കഴിഞ്ഞാൽ നമ്മളോട് സംസാരിച്ച് തന്നെ നമുക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാൻ പറ്റണം. നമ്മൾ അറബി എന്തിനാ പഠിക്കണേ? ഇപ്പൊ നിങ്ങൾ പറയും ഖുർആൻ പഠിക്കാനാണ്. എന്നാല് മുസ്ലിങ്ങളായിട്ടുള്ള ഒരുപാട് പേര് നമ്മളെക്കാളും നന്നായിട്ട് അറബി സംസാരിക്കുക. അവർക്ക് എന്തിനാ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മാത്രമാണ് അറബി പഠിച്ചിട്ടുള്ളത്. കാരണം അറബി പറയുന്ന ചീത്തയൊക്കെ അവർക്ക് മനസ്സിലാവണം. ഇല്ലെങ്കിൽ അറബി പറയുന്നൊക്കെ കേട്ടിട്ട് അയ്വ അയ്വ എന്ന് പറയേണ്ടി വരും, അല്ലേ? അറബി നല്ല ചീത്ത പറയും. നമ്മൾ പറയും അയ്വ അയ്വ ബാറക്കല്ലാഹ് ഫീക്ക് എന്നൊക്കെ നമ്മൾ പറയും. എന്തിനാ ചീത്തോളി കേട്ടുമ്പോ മുപ്പർക്ക് വറക്കത്ത് എടുക്കണം എന്തിനാ? അല്ലെ, നല്ല തിരിച്ചു പറയണം വീട്ടിൽ വന്നാലും കുഴപ്പമില്ല. അപ്പൊ അതിനൊക്കെ നമ്മൾ അറബി പഠിക്കലുണ്ട്. പിന്നെ എന്താണ്? ദിറാസത്തിഹ തുസാഇദു അല തഗല്ലുബ് അല ശുഅബി അന്നാതിഖ് ബിഹ, അതായത് ഇപ്പൊ നമ്മള് ഈ ഭാഷ പഠിക്കുന്നതിലൂടെ
എന്താണ് ആ സംസാരിക്കുന്ന ഒറിജിനൽ ജനതയോട് കിടപിടിക്കും എന്ന് പറയാൻ. ഇന്നലെ റീസെന്റ് എനിക്ക് വെള്ളിയാഴ്ച ജുമയ്ക്ക് ശേഷം എനിക്കൊരു മെസ്സേജ് വന്നു. അതായത് ഒരു റേഡിയോയില്, തമിഴ്നാട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്, ഒരു റേഡിയോയിലേക്ക് അവർ റീസെന്റ് സ്റ്റാർട്ട് ചെയ്യണം കുറച്ച് കഥകള്, എന്താണ് അറബി ആൻഷ്യന്റ് ഉള്ള കുറച്ച് ലേഡീസിനെ അവർക്ക് വേണം. അറബി സംസാരിക്കാൻ, അറബി കഥകള് പറഞ്ഞു കൊടുക്കാനാണ്. അവർ കുറച്ച് അറബി ആൻഷ്യന്റ് വേണം. അറബി ആൻഷ്യന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഷുസ്മുഖ് എന്നാ പറയാം, മസ്മുഖ് എന്നല്ല, ഷുസ്മുഖ് എന്നാ പറയാം. അതുപോലെ വൈനന്ത് എന്നാ പറയാം, അതായത് നീ എവിടെ നിന്നാണ്, വൈനന്ത് എന്നൊക്കെ പറയാം. അപ്പം ആൻഷ്യന്റ് എന്ന് പറഞ്ഞ സാധനം വേറെ തന്നെയാണ്. അപ്പൊ നമ്മൾ സംസാരിക്കുന്നത് പോലെ. അപ്പോ നമ്മളിത് പഠിച്ചാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവര് സംസാരിക്കുന്നത് പോലെ നമുക്ക് സംസാരിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ സംസാരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. ഭാഷാ പഠനത്തിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്, അവരെങ്ങനെയാണോ സംസാരിക്കുന്നത് അതേപോലെ സംസാരിക്കുക എന്നാണ്. നിങ്ങൾ ടു കൺട്രീസ് സിനിമ കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും? റമദാനായിട്ട് സാറ് സിനിമയുടെ കഥ പറയണമെന്ന് വിചാരിക്കരുത്. ടു കൺട്രീസ് സിനിമ കണ്ടിട്ടുണ്ടോ? ജസ്റ്റ് ഇല്ലെങ്കിൽ ഇല്ലാന്നെങ്കിലും പറഞ്ഞോ, കുഴപ്പമില്ല. അതിന് രസകരമായിട്ടുള്ള ഒരു സംഭവം ഉണ്ട്. അതായത് ദിലീപാണ് അതിന്റെ നടൻ. അപ്പം അവിടെ കനേഡിയൻ ലാംഗ്വേജ് മൂപ്പര് സംസാരിക്കണം. മൂപ്പർക്കൊന്നും അറിയത്തില്ല. അപ്പൊ മൂപ്പര് വായില് ഒരു വിരലിട്ടിട്ട്, സുരാജ് വെന്നാറും കൂടെ കാണിച്ചു കൊടുക്കുന്നതാണ്, വായിൽ വിരലിട്ട് ഇംഗ്ലീഷ് സംസാരിച്ചാൽ കനേഡിയൻ ആക്സന്റ് കേട്ടു എന്നുള്ള സംസാരമുണ്ട്. അപ്പോ അതിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സംസാരിക്കാൻ പറ്റുന്നതാണ്. ഇനി ഇനി നമ്മുടെ വിദേശ ഭാഷയെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ മാതൃഭാഷയുടെ ഡൊമിനൻസ് വളർത്താൻ പറ്റും. അതായത് നമ്മുടെ മറ്റു ഭാഷകളിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളെ നമ്മുടെ ഭാഷകളിലേക്ക് കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊണ്ടുവരാൻ പറ്റും. ഇപ്പം ട്രാൻസാക്ഷണൽ ബൗണ്ടറീസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, ട്രാൻസാക്ഷണൽ അനാലിസിസ് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് മുമ്പ് ക്ലാസ്സിൽ. അതായത് ഒരു ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷയെ കുറിച്ച് പഠിച്ച് ഡെവലപ്മെന്റ് നടത്തുക എന്ന് പറയുന്നത്. ഇപ്പൊ മലയാള ഭാഷയ്ക്ക് ഉണ്ടായിട്ടുള്ള കുറേയധികം പ്രോഗ്രസിന് ഒരു കാരണം എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ മത്സരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കാം. മിൻ തഹ്ദിയാത്ത് തദ്രീസ് അറബിയ ഫി സഫിൽ ഇബ്തിദാഇ. അതായത് നമ്മുടെ പ്രാഥമിക ഘട്ടങ്ങളിൽ നമ്മൾ നേരിടുന്ന പ്രധാന പ്രശ്നം എന്തെന്നുള്ളതാണ്. ഒന്ന്, കസീറത്തുൽ അൻഷിത്ത എന്താണ്, കുറേയധികം ആക്ടിവിറ്റികൾ ഉണ്ടാവുക. അറബിയൻ, ക്രിയേറ്റിംഗ് ആൻ അറബിക് എൻവയോൺമെന്റ്. അപ്പോഴത്തേന് എന്താണ്, വഫറത്ത് തവാസുൽ, വസായിൽ, അതായത് ആക്ടിവിറ്റി എയ്ഡുകളുടെ അവൈലബിലിറ്റി. പിന്നെന്താണ്, സുഹൂലത്തുൽ മൻഹജ്, ഈസി ആയിട്ടുള്ള ഒരു കൈക്കുലം. ഇതിൽ എന്താണ് നമ്മൾ നേരിടുന്ന വെല്ലുവിളി? അറബി ഭാഷ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുക എന്നുള്ള സാധനമാണ്. നമുക്കൊണ്ടത് പറ്റാറില്ല, അല്ലേ? നമ്മളെപ്പോഴും എന്ത് മെത്തേഡ് യൂസ് ചെയ്ത് എപ്പോഴും പഠിപ്പിക്കുന്ന പ്രാഥമിക വിദ്യാലയങ്ങളിൽ? എന്ത് മെത്തേഡ് യൂസ് ചെയ്തിട്ടാ പഠിപ്പിക്കുക? നമ്മൾ കുറെ അധികം മെത്തേഡ് പറഞ്ഞിരുന്നല്ലോ. ഏത് മെത്തേഡ്? മുഹാദറയോ? അടിപൊളി. അതാണ് അധികം ഉപയോഗിക്കുന്നത്. മുഹാദറ അല്ല ഉപയോഗിക്കുന്നത്. മുഹാദറ എന്ന് വെച്ചാൽ എന്താണ്? ഒരു സാധനം വായിച്ചു പോവല് മാത്രാണ്. മുഹാദറ ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്? ലെക്ചറിങ്, അതന്നെ, ലെക്ചറിങ് ആണ് ഉപയോഗിക്കുന്നത്. അത് ഗ്രാമർ ആൻഡ് ട്രാൻസ്ലേഷൻ മെത്തേഡ് ആണോ? വായിക്കുക അർത്ഥം പറയാ ഏതാ ഉപയോഗിക്കണേ? ട്രാൻസ്ലേഷൻ. അതുണ്ട്. ഏറ്റവും കൂടുതൽ ട്രാൻസ്ലേഷൻ മെത്തേഡ് എന്നുള്ളതാണ്. നിങ്ങൾ പഠിപ്പിക്കാൻ ഇനി ശ്രദ്ധിക്കുക. നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഏതെങ്കിലും ഒരു സാധനം ഒരിക്കലും അവരോട് ഡയറക്റ്റ് പറയരുത്. പകരം അതുമായി റിലേറ്റബിൾ ആയിട്ടുള്ള സാധനങ്ങൾ കാട്ടിക്കൊടുക്കണം. എന്നിട്ട് അവനെ കുറച്ച് സമയം എടുക്കും, ഇനി പറ്റുമെന്ന് എനിക്കറിയില്ല, അടുത്ത അധ്യയന വർഷത്തിൽ ശ്രമിച്ചാൽ മതി, ഇനി സമയം ഉണ്ടാവില്ല. അവനെ കൊണ്ട് പറയാൻ വേണ്ടി ശ്രമിപ്പിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു കുറച്ച് ദിവസം അവന് പാടുണ്ടാവുള്ളൂ.
ട്രാക്കിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ നന്നായിട്ട് അറബി സംസാരിക്കും. നിങ്ങൾ വേണമെങ്കിൽ കണ്ടോളി. നല്ല രൂപത്തിൽ കാണാൻ പറ്റും. നമ്മളതായത് ഇപ്പം ഞാനൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ ഫഹർ പറയാൻ വേണ്ടി പറഞ്ഞല്ലോ. ഇപ്പം നാഫിദത്ത് എന്ന് വെച്ചാൽ ജനാലെന്നാണ്. അപ്പൊ ഞാൻ കുട്ടികൾക്ക് നാഫിദ എന്ന് വെച്ചാൽ എന്താ സാധനം നോക്കും. ഞാൻ പറയും നിങ്ങൾ തിരിഞ്ഞു നോക്കാൻ പറയും. അവിടെ എന്താ നിങ്ങൾ കണ്ടേന്ന് നോക്കും. അത് ജനല, ആ സാധനം തന്നെ ഇതെന്ന് പറയും. പിന്നെ എപ്പോഴും കണ്ടു കഴിഞ്ഞാൽ അവരുടെ മനസ്സിലുണ്ടാവും തിരിഞ്ഞു നോക്കാൻ സാറെന്ന് പറഞ്ഞല്ലോ, അപ്പൊ ജനാലന്. ബാബ് എന്ന് പറയും. അപ്പൊ ഞാൻ പറയും നിങ്ങൾ കയറി വരുമ്പോ എന്താ തുറക്കണേ എന്ന് നോക്കും. അത് വാതില്, അതിനെ ഇത്. ഓ, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പോയി ബാബു എന്ന് പറയുമ്പോ അത് കണക്റ്റ് ആവും. അങ്ങനെ കണക്ട് ചെയ്യിക്കാൻ നമ്മൾ പഠിപ്പിച്ചു കഴിഞ്ഞാല് കുട്ടികൾക്ക് പിന്നെ എവിടെ കണ്ടു കഴിഞ്ഞാലും പറയും. ഇപ്പം കിതാബ് എന്ന് പറയുമ്പോൾ നേരെ ഇതാണ് കിതാബ് എന്ന് പറഞ്ഞാൽ ഹാദാ കിതാബ്, ഹാദാ കിതാബ് എന്ന് പറയും. ഹാദ എന്താന്ന് മനസ്സിലാവൂല. ഹാദാ കിതാബ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങോട്ട് കാട്ടി കൊടുത്തു നോക്ക്. അപ്പൊ കുട്ടിക്ക് തിരിയും എന്താണ് ഉദ്ദേശിച്ചെന്നുള്ളത്. അങ്ങനെ പഠിപ്പിക്കലാണ് എന്ത് ത്വരീഖത്തുൽ മുബാശറ എന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് അതാണ്. തഹ്തമു അൽ മുഖ്തബറാത്തുൽ ലുഗവിയ്യ ബിത്തദ്രീബി. നമ്മുടെ ലാംഗ്വേജ് ലാബുകൾ ഉണ്ടല്ലോ, ലാംഗ്വേജ് ലാബുകൾ, മുഖ്തബറാത്തുൽ ലുഗവിയ്യ, ലാംഗ്വേജ് ലാബുകൾ എന്തിനെയാണ് പ്രാധാന്യം നൽകുന്നത്? ഖവാഇദുൽ ലുഗ, ഭാഷാ നിയമങ്ങൾക്കാണോ? ഇസ്തിമാഉൽ ലുഗ, ഭാഷ കേൾവിക്കാണോ? തസ്രീഫുൽ ലുഗ, ഭാഷയെ സർഫ് ചെയ്യുന്നതിനാണോ? അതല്ല ഭാഷയെ റസ്മു ചെയ്യുന്നതിനാണോ? റൈറ്റിംഗ് സ്കിൽസ് എന്ന് പറയാം റസ്മുൽ ലുഗ. ഭാഷയെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ കൂടുതലും ഇസ്തിമാഇന് വേണ്ടിയിട്ടാണ് നമ്മൾ മുഖ്തബറാത്തുൽ ലുഗ ഉപയോഗിക്കുക. നമ്മൾ ഈ LSRW പറഞ്ഞിരുന്നു ഈ ഭാഷയുടെ ലിസണിങ് എന്ന് പറയുന്ന സംഭവം ഡെവലപ്പ് ചെയ്യിപ്പിക്കാനായിട്ട് മുഖ്തബറാത്തുൽ ലുഗ ഉപയോഗിക്കുക എന്തുണ്ട്, വളരെ വലിയ പ്രാധാന്യങ്ങളുണ്ട് എന്നുള്ളതാണ്. മൽ ഹദ്ഫു തദ്രീസി ശിഅരി ഫി സുഫൂഫിൽ ഇബ്തിദാഇയ. പ്രാഥമിക വിദ്യാലയങ്ങളിൽ കവിത പഠിപ്പിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട എയിം എന്താണ്? കാർലു ഷെയർ, കവിത രചിക്കാനാണോ? സാഹിത്യത്തെയും ഭാഷയെയും മനസ്സിലാക്കാനാണോ? അതല്ല കവിതയുടെ ആശയം മനസ്സിലാക്കാനാണോ? അൽ ഇൻഷാദ്, പാട്ടുപാടാനാണോ? ഇൻഷാദ് എന്നുള്ളതാണ്. ഇത് നിങ്ങളുടെ പഴയ ഹാൻഡ് ബുക്കില് ഈ കവിതകൾ പഠിപ്പിക്കുന്ന ഭാഗം നോക്കിക്ക. കവിതയുടെ എന്താണ് ഒരു ഒബ്ജക്റ്റീവായിട്ട് പറയുന്ന ഒരു സാധനമാണ് എന്ത്, ഇൻഷാദ് എന്ന് പറഞ്ഞ സാധനം. കുട്ടികളെ പാടാൻ വേണ്ടി കൽപ്പുള്ളവരാക്കുക. ഏറ്റവും നല്ല ഭാഷാധ്യാപകർ എന്ന് പറഞ്ഞാൽ ആരാ? ഏറ്റവും നന്നായി പാട്ട് പാടാൻ അറിയുന്നവരെന്ന. എന്നാൽ ഭാഷാധ്യാപകരെ കുട്ടികൾ നല്ല രൂപത്തിൽ പാട്ട് പാടി കയ്യിലെടുക്കാൻ പറ്റുള്ളൂ. അത് ഭാഷയ്ക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയൊന്നുമല്ല. എല്ലാ ലാംഗ്വേജും നമുക്ക് പാട്ട് പാടി കയ്യിലെടുക്കാൻ പറ്റും. കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടം ഏതാ? പ്രാഥമിക വിദ്യാലയങ്ങളിൽ കഥയേക്കാളേറെ കവിതകളാണ് അല്ലെ? കുഞ്ഞു കുഞ്ഞു കവിതകളെയാണ് ഏറ്റവും ഇഷ്ടം. കുഞ്ഞിനി മാഷിന്റെ കവിതകളൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. എന്ത് രസമായിട്ട് ഇപ്പോഴും നമ്മൾ ഓർത്തിരിക്കുന്നു അല്ലെ? അതെ, ഓക്കെ. അത്വരീഖത്തുൽ മുഅസ്സറ ലിതഖദീമിൽ ഹിവാർ. കോൺവെർസേഷൻ എന്ന് പറയുന്ന സംഭവം പ്രസന്റ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും നല്ല എന്താണ് യോജിച്ച ഒരു മെത്തേഡ് ഏതാണ്? അഖിറാഅത്തു സ്വാമിത, ലഇബ് ദൗർ, അൽ-ഇംല, അത്തർജിമ.
അൽ ഖിറാഅത്ത് സ്വാമിന്റെ സൈലന്റ് റീഡിംഗ്, ലഅബ് റോൾ പ്ലേ, അൽ ഇംല ഡിക്റ്റേഷൻ, തർജുമ ട്രാൻസ്ലേഷൻ. ഏതാണ്? റോൾ പ്ലേ മെത്തേഡാണ്. നമുക്കത് സംശയമില്ലാതെ തന്നെ പറയാൻ പറ്റും അല്ലെ. റോൾ പ്ലേ ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് ഹിവാർ പഠിക്കാൻ പറ്റുക അല്ലെ. ഹിവാർ അങ്ങനെ പറയുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയാം. ഓക്കെ. അൽ മുറാദ് ബി ലാഡ്, ലാഡ് എന്നത് എന്താണ്? ദലീലുൽ അക്കാദമി ലുഗവിയ, അസ്സിമാഉൽ ലുഗവിയ, ജിഹാസ് ഇക്തിസാബുൽ ലുഗവി, ഇസ്മു തഅലീമുൽ അറബിയ. ഏതാണ് ലാഡ്? അതെ, ജിഹാസുൽ ഇക്തിസാബുൽ ലുഗവി എന്നാണ്, അഥവാ ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് എന്നാണ്. ദലീലുൽ അക്കാദമി ലുഗവി എന്ന് പറയുന്നത് ലിംഗ്വിസ്റ്റിക് അക്കാദമിക് ഗൈഡ് എന്നേ വരുന്നുള്ളൂ. അതേപോലെ തന്നെ അസ്സിമാഉൽ ലുഗവിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിംഗ്വിസ്റ്റിക് ലിസണിങ് എന്നാണ്, ഭാഷയെ കേൾക്കുക എന്നുള്ളതാണ്. കിസ്മു തഅലീമുൽ അറബിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അറബിക് ടീച്ചിങ് ഡിപ്പാർട്ട്മെന്റ് എന്നാണ് കേട്ടോ. അറബിക് ടീച്ചിങ് ഡിപ്പാർട്ട്മെന്റ് എന്നാണ് അർത്ഥം വരുന്നത്. അൽ ആലിമുല്ലദി ഖാല ബിവുജൂദി ജിഹാസുൽ ഇക്തിസാബിൽ, അതായത് ഒരു പണ്ഡിതൻ പറയുന്നുണ്ട് ഒരു എന്താണ് ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് ഉണ്ട് എന്നുള്ളത്. സ്കിന്നർ ആണോ, പിയാഷെ ആണോ, ചോംസ്കി ആണോ, ഫ്രോയിഡ് ആണോ? മൂപ്പർ എങ്ങനെയാ പറഞ്ഞത്? എവിടെ ഉണ്ടെന്നാ പറഞ്ഞത് ഒരു ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്? മസ്തിഷ്കത്തിലുണ്ട്. മനുഷ്യന്റെ തലച്ചോറിൽ എന്തുണ്ട്? ഒരു ഉപകരണമുണ്ട്. മസ്തിഷ്കത്തിൽ ഒരു ഉപകരണമുണ്ട്. ആ ഉപകരണം എന്തിനാ ഉപകരണം ഉള്ളത്? ആയിക്കട്ടെ. ഭാഷ സമ്പാദിക്കാന്. ഭാഷ സമ്പാദിക്കുന്നിട്ട് പൈസ ഉണ്ടാക്കാനല്ലേ? അതായത് കറക്റ്റ് ആണ്. ഭാഷയെ സ്റ്റോർ ചെയ്യാനും ഭാഷ സമ്പാദനം എളുപ്പമാക്കാനുമാണ്. ഓക്കെ. അപ്പോ ഇത് പറഞ്ഞ വ്യക്തിയുടെ പേര് ആരാണ്? ചോംസ്കി ആണ്. ഫ്രോയിഡ് എന്തിന്റെ ഉപജ്ഞാതാവാണ്? ഫ്രോയിഡ് സിഗ്മണ്ട് ഫ്രോയിഡ് യെസ്, സൈക്കോ അനാലിസിസിന്റെ ഫൗണ്ടറാണ് സിഗ്മണ്ട് ഫ്രോയിഡ്. ഓക്കെ. സ്കിന്നർ ബിഹേവിയറിസം, പിയാഷെ കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം. വെരി ഗുഡ്. ഇക്തിസാബിൽ ലുഗ മുർത്തബിത്ത് ബിൽ നളരിയത്തു സുലൂക്കിയ, നളരിയത്തുൽ ബന്നാഇയ, ത്വരീഖത്തു തർജുമ, ത്വരീഖത്തുൽ മുഹാദറ. നമ്മൾ ഇത് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് അല്ലെ, നിങ്ങൾ എന്നോട് ഡൗട്ട് ചോദിച്ച് ഞാൻ 2 ഓപ്ഷനുകൾ ശരിയാവാന്ന് പറഞ്ഞു, ഏതെങ്കിലും ഒരെണ്ണമേ പരീക്ഷയ്ക്ക് വരുള്ളൂ എന്ന് പറഞ്ഞ് തറച്ച് പഠിപ്പിച്ച് വിട്ട സംഭവമാണ്. ഓർക്കുന്നുണ്ടോ? യെസ്. പരീക്ഷയ്ക്ക് വന്നില്ലേ? എന്താണ് ഇക്തിസാബ് ലുഗ എന്ന് പറയുന്നത്? നളരിയത്തുൽ ബന്നാഇയൻ കൺസ്ട്രക്റ്റിവിസ്റ്റ് ആണ്. കാരണം ഈ നോം ചോംസ്കി എന്ന് പറയുന്ന വ്യക്തി ഒരു കൊഗ്നിറ്റീവ് സൈക്കോളജിയുടെ കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസത്തിലെ വ്യക്തികളാണ്. അപ്പൊ ഇദ്ദേഹം കൊഗ്നിറ്റിവിസം അല്ലെങ്കിൽ കൺസ്ട്രക്റ്റിവിസത്തെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഒന്നുകിൽ കൊഗ്നിറ്റിവിസം വന്നാൽ കൊഗ്നിറ്റിവിസം കറക്റ്റാം, അല്ലെങ്കിൽ ഒബ്വിയസ്ലി എന്തായിരിക്കും വരാ? കൺസ്ട്രക്റ്റിവിസം ആണ് വരാന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കണം. കാരണം ഇത് കുറച്ചുകൂടി എളുപ്പമാക്കാൻ പറ്റും. അതായത് ഈ ഭാഷ സമ്പാദിക്കുക, ഈ കൺസ്ട്രക്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? ഉണ്ടാക്കുക എന്നുള്ളതാണ്. സമ്പാദിക്കുക എന്ന് വെച്ചാൽ എന്താണ്? ഉണ്ടാക്കുക എന്നുള്ളതാണ്. ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്, ഇല്ലാത്തൊരു സാധനത്തെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്താലും ഇത് ശരിയാവും. തിയറി അറിയണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ക്ലിയർ ആവുന്നുണ്ട് മക്കളെ? മിൻ മബാദിഇ തഅലീമിൽ ഫിൽ മർഹലത്തി സാനവിയ. കണ്ടോ,
നേരത്തെ ഇബ്തിദായി ചോദിച്ചു. ഇപ്പോ സെക്കൻഡറി ക്ലാസ്സുകളിൽ പഠിപ്പിക്കുമ്പോൾ നമ്മൾ മുന്നോട്ട് വെക്കേണ്ട പ്രിൻസിപ്പിൾ എന്താണ്? മബ്ദ അൽ ഫുറൂഖ് അൽ ഫർദിയ, വ്യക്തി വ്യത്യാസങ്ങളെ പരിഗണിക്കുക എന്നുള്ളതാണോ? മബ്ദ തനാഫുസ് അൽ ഫർദി, തനാഫുസ് അൽ ഫർദി എന്ന് വെച്ചാൽ എന്താ? കോമ്പറ്റീഷൻസ് അല്ലെ, ഇൻഡിവിജ്വൽ കോമ്പറ്റീഷൻസിനെ പരിഗണിക്കുക. മുബ്ദൽ ഖലാഅത്തുൽ ജിമാഇയ, കളക്റ്റീവ് റെസ്പോൺസുകളെ പരിഗണിക്കുക. അതുപോലെ തന്നെ മുബ്ദൽ ഹുർരിയ അൽ മുത്തല്ലഖ, അബ്സല്യൂട്ട് ഫ്രീഡം കൊടുക്കുക. ഇതിൽ എന്താണ് സെക്കൻഡറി സ്റ്റേജുകളിൽ പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ പരിഗണിക്കേണ്ടത്? ഇത് വ്യക്തി വ്യത്യാസങ്ങളെ പരിഗണിക്കുക എന്നുള്ളതാണ്. വ്യക്തി വ്യത്യാസങ്ങളെ പരിഗണിക്കുക എന്നുള്ളതാണ്. അതല്ലാതെ എന്തല്ല കോമ്പറ്റീഷൻസ് കൊടുക്കുകയോ അതല്ലെങ്കിൽ അവർക്ക് ഇറസ്പോൺസിബിലിറ്റി ആണ്, കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ആണ് കേട്ടോ ഖലാഅത്തുൽ ജിമാഇയ എന്ന് പറയാൻ. ഏത് റെസ്പോൺസിബിലിറ്റി ഇല്ലായ്മ. പിന്നെ മബ്ദൽ ഹുർരിയത്തുൽ മുത്തല്ലഖ എന്താണ്? അബ്സല്യൂട്ട് ഫ്രീഡം കൊടുക്കലോ ഒന്നും അല്ല എന്ന് മനസ്സിലാക്കാം. അത്തർത്തീബ് ത്വബീഇ ലിക്തിസാബി മഹാറത്തുൽ ലുഗ, ഭാഷാർജനത്തിന്റെ ഒരു ശരിയായ രൂപം ഏതാണ്? ഇസ്തിമാഉ, കലാമു, കിതാബത്ത്, ഖിറാഅത്ത്. ഇസ്തിമാഉ, കലാമു, ഖിറാഅത്ത്, കിതാബത്ത്. ഇസ്തിമാഉ, ഖിറാഅ, കലാമു, കിതാബത്ത്. ഇസ്തിമാഉ, കിതാബ, കലാമു, ഖിറാഅ. ഒക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങളായിരുന്നു അല്ലെ. ഇസ്തിമാഉ, കലാം ഞാൻ പറഞ്ഞിരുന്നു, തഹദ്ദുസ് എന്ന് വരാൻ സാധ്യത കുറവാണ്, കലാം എന്നായിരിക്കും വരാം. അതുപോലെ ഖിറാഅത്ത്, കിതാബത്ത്. ഓക്കെ, വെരി ഗുഡ്. LSRW. മിൻ അനാസിർ മഹാറത്തുൽ ഇസ്തിമാ, അതായത് ഇസ്തിമാഇന് കുറെ സ്കില്ലുകൾ നമ്മൾ പഠിച്ചിരുന്നു. അതിന്റെ പ്രധാനപ്പെട്ട എലമെന്റ് എന്താണ്? ഷക്കലുൽ ഹുറൂഫ്, അതൊന്ന് നിങ്ങൾ വായിച്ചിട്ട് അർത്ഥം ചെയ്യാൻ പറ്റും. നിങ്ങൾ വായിച്ചിട്ടേ നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കോ. എന്നിട്ട് മീനിങ് പറയാം. അതാകുമ്പോ കുറച്ചുകൂടി ആക്റ്റീവ് ആവും നിങ്ങൾ. കലാം എന്നുള്ളത് എന്താണ്? ഓപ്ഷൻ ഏതാ പറഞ്ഞത്? ഷക്കിലുൽ ഹുറൂഫ്, ലെറ്റേഴ്സുകളെ ഫോം ചെയ്യുക എന്നുള്ളതാണ്. സോറി, ലെറ്റേഴ്സിനെ ഷേപ്പ് ചെയ്യുക എന്നുള്ളതാണ്, അതായത് രൂപീകരിക്കുക എന്നുള്ളതാണ്. ഇനി സിയാഗത്തുൽ ഹുറൂഫ്, ഹർഫുകളെ ഫോം ചെയ്യുക, പുതുതായിട്ട് ഉണ്ടാക്കുക. മറ്റേത് രൂപീകരണം, ഷേപ്പ് കൊടുക്കുക. ഇപ്പം എക്ക് എങ്ങനെയാണോ ഷേപ്പ് കൊടുക്കേണ്ടത്, മറ്റേത് അത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ ഓൾമോസ്റ്റ് സെയിം ആണ്, കിതാബത്തിന്റെ സെയിം ആണ്. അത് കിതാബത്തുമായി ബന്ധപ്പെട്ടതാണ്, എഴുത്തുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, കറക്റ്റ് ആണ്. പിന്നെ തഫാഉൽ മഅൽ കലാം എന്ന് വെച്ചാൽ സംസാരത്തോട് ഇന്ററാക്ട് ആവുക എന്നുള്ളതാണ്. ഒരാൾ പറയുന്ന കാര്യങ്ങൾ എങ്ങനെ ഇന്ററാക്ട് ആവുക? നമ്മള് ശ്രദ്ധിച്ച് കേട്ടത് കൊണ്ട്. നമ്മള് കേൾവിയുടെ രൂപമൊക്കെ പറഞ്ഞല്ലോ, ഒക്കെ ഒന്നുണ്ടാന്ന് വിചാരിക്കാണ്. ഇപ്പൊ എന്റെ ക്ലാസ് ഞങ്ങള് ഒന്നുകിൽ കിടന്നുകൊണ്ട് കേൾക്കുന്നവരുണ്ട്, പിന്നെ അടുക്കളയിൽ നിന്നും പാത്രവുമായിട്ട് ഡിസ്കോ കളിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, കേൾക്കുന്നവരുണ്ട്. സമാധാനത്തോടെ പഠിക്കണം എന്ന് ആഗ്രഹിച്ച് കേൾക്കുന്നവരുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള കേൾവികളുണ്ട്. അപ്പോ സംസാരത്തോട് കോപ്പറേറ്റീവ് ആവുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നെ ഇൻഷാദുൽ അനാഷി എന്ന് വെച്ചാൽ എന്താ? നന്നായി പാട്ട് പാടുക. ഇൻഷാ അൽ അനാഷി എന്ന് വെച്ചാൽ പാട്ടുകൾ പാടുക എന്നുള്ളതാണ്. അത് പാട്ട് പാടിക്കാൻ എത്ര പാട്ടുകളാണ് നമ്മൾ കേൾക്കാന്നൊക്കെ അറിയാലോ. സ്വരം നന്നാകുമ്പം എന്ത് ചെയ്യണം? സ്വരം നല്ലതല്ലാതാകുമ്പോൾ പാട്ട് നിർത്തണമെന്ന് പറയുന്നത് പോലെ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ഇൻഷാദ് എന്നല്ല, ഇൻഷാദ് എന്നല്ലല്ലോ.
ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇൻഷാദാണോ ഇൻഷാ ആണോ ഡൗട്ട് ഉണ്ട്. ഇൻഷാ ആണെങ്കിൽ പാട്ട് പാടുക എന്നാണ്, പാട്ട് ഉണ്ടാക്കുക എന്നാണ്. ഇൻഷാദ് ആണെങ്കിൽ പാട്ടുകൾ പാടുക എന്നുള്ളതാണ്. ഇത് ദാലാണോ ആണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. അതിന് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും കൂടി ഫൈനലൈസ് ചെയ്ത് ഞാൻ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയേക്കാം. ഓക്കെ, എന്തായാലും അത് അപ്ഡേറ്റ് ചെയ്തോളൂ കേട്ടോ. بعض الطلاب في صفك يعانون بصعوبة في النطق في القراءة عند القراءة. അതായത് വായിക്കുന്ന സമയത്ത് ഉച്ചാരണത്തിൽ ചില കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ബുദ്ധിമുട്ട്, ഉച്ചാരണത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. ഇതെങ്ങനെ നമുക്ക് പരിഗണിക്കാം, ഇതെങ്ങനെ നമുക്ക് പരിഹരിക്കാം? ഒന്ന് വായിച്ചിട്ട് ആൻസർ ചെയ്യാൻ നോക്കിക്കേ. ഹുറുഫ്, ഹർഫുകൾ വായിക്കാൻ, ലെറ്റേഴ്സുകൾ വായിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് കൊടുക്കുക. തദറുബ് അല കിതാബത്തുൽ ഹുറുഫ്, ലെറ്റേഴ്സുകൾ എഴുതാൻ വേണ്ടി പ്രാക്ടീസ് കൊടുക്കുക. തദറുബ് അല ഇസ്തിമാൽ ഹുറൂഫി വ കിതാബത്തിഹ, എന്താണ്, എഴുതാനും കേൾക്കാനും വേണ്ടിയിട്ടുള്ള ഒരു പ്രാക്ടീസ് കൊടുക്കുക. അതല്ലെങ്കിൽ എന്ത് ചെയ്യുക, എഴുതാനും വായിക്കാനുമുള്ള ഒരു പ്രാക്ടീസ് കൊടുക്കുക. എന്താണ് വേണ്ടത്? ആദ്യം കേൾപ്പിച്ചു കൊടുക്കുക, പിന്നെ വായിക്കാൻ പറയാ, അതല്ലേ? അതിന് പ്രാക്ടീസ് കൊടുക്കല്ലോ വേണ്ടേ? ആദ്യം കേൾപ്പിച്ചു കൊടുക്കുക, പിന്നീട് എഴുതാൻ വേണ്ടി പറയാന്നോ? വായിക്കാന്. കാരണം എന്താ, ഇവിടുത്തെ ചോദ്യം തന്നെ പറയുന്നത് എന്താണ്, ഉച്ചാരണത്തിൽ വായിക്കുന്ന സമയത്ത് കുട്ടി കുറച്ച് പ്രശ്നം നേരിടുന്നു എന്നുള്ളതാണ്. അപ്പൊ ശ്രദ്ധിച്ചു കേട്ടാലേ നമുക്ക് എന്തേ പറ്റുള്ളൂ, അത് പറയാൻ പറ്റുള്ളൂ, അല്ലേ? ഞാന് മുമ്പ് B.Ed പഠിക്കുന്ന സമയത്ത് ഒരു ഗെയിം കളിച്ചിരുന്നു. നിങ്ങളൊക്കെ കളിച്ചിട്ടുള്ള ഒരു ഗെയിമാണ്. ഇപ്പൊ ഞാന് നിങ്ങളോട് തന്നെ അന്ന് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞതാണ്, നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന സാധനമല്ല അവസാനം എത്തുന്ന സാധനത്തിലേക്ക് വരിക. ഇപ്പോ ആരിഫ ടീച്ചറിനോട് ഞാൻ പറഞ്ഞു, ആരിഫ ടീച്ചർ സുന്ദരിയാണെന്ന് ഞാൻ പറഞ്ഞു. ടീച്ചർ മുന്താസ് ടീച്ചറിനോട് പറയും ഞാൻ സുന്ദരിയാണെന്ന് പറയും. ആരിഫ ടീച്ചറിനോട് ഞാൻ പറഞ്ഞത് ആരിഫ ടീച്ചർ സുന്ദരിയാണ്. അപ്പൊ ടീച്ചർ മുന്താസ് ടീച്ചറിനോട് പറയുമ്പോൾ പറയും ഞാൻ സുന്ദരിയാണെന്ന് പറയും. ടീച്ചർ ലില്ലി ടീച്ചറിനോട് പറയുമ്പോൾ ടീച്ചർ പറയും, എന്ത് പറയും, മുന്താസ് സുന്ദരിയാണെന്ന് പറയും. ലില്ലി ടീച്ചർ പറയും അവൾ സുന്ദരിയാണെന്ന് പറഞ്ഞെന്ന് പറയും. അപ്പൊ അവസാനം ചെന്നെത്തുമ്പോ എന്ത് വരും, ഏറ്റവും ലാസ്റ്റത്തെ ആളായിരിക്കും സുന്ദരന് സുന്ദരി. ഞാൻ പറഞ്ഞത് ആരെയാ പറഞ്ഞത്? ഞാനായി പറഞ്ഞത് ആരിഫ ടീച്ചറിനെ. അപ്പൊ ആരിഫ ടീച്ചർ ആരായി? ടീച്ചറെ ആരായി? അപ്പം ശ്രദ്ധിച്ചു കേൾക്കുക എന്നുള്ള സാധനം ആണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മളിത് വെറുതെ പറഞ്ഞതല്ല, നമ്മുടെ നാട്ടിൽ തന്നെ നടക്കുന്ന പല കാര്യങ്ങളും അങ്ങനെയാണ്. നമ്മൾ ഒരാളോട് പറഞ്ഞു കൊടുത്ത കാര്യം അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാതെ ആയിരിക്കാം അയാൾ മറ്റൊരാളോട് സംസാരിക്കാം. അതാണ് ഇതിന്റെ ഇസ്തിമായിൽ ഉണ്ടാകുന്ന ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയും ഏറ്റവും ബെസ്റ്റ് ഡിസഡ്വാൻറ്റേജ് എന്ന് പറയാം. അൽ ഖിറാഅത്ത് സ്വാമിത, സൈലന്റ് റീഡിങ്സ്, ലാ തഹ്തമു, അത് പ്രാധാന്യം നൽകുന്നില്ല, ബിൽ ഫഹ്മി ബിസുർഅതി ബിമുശാരിക്കൽ ജമീഇ ബിനുത്ഖി, അണ്ടർസ്റ്റാൻഡിങ്ങിനാണോ, സ്പീഡായിട്ട് കാര്യങ്ങൾ പറയുന്നതിനാണോ, എല്ലാവരുമായിട്ടുള്ള പാർട്ടിസിപ്പേഷനാണോ, അതല്ല പ്രൊണൗൺസിയേഷനിലാണോ, എന്തിനാണ് അത് പ്രാധാന്യം കൊടുക്കാത്തത്? നുത്തക്കിൽ ഏതാണ് പ്രാധാന്യം കൊടുക്കുന്നത്? ജഹരിയ. ഖിറാഅത്തുൽ ജഹരിയയാണ്. അതിന് അറബി മലയാളത്തിൽ എന്തോ അല്ല ഇംഗ്ലീഷിൽ എന്ത് പറയും? ലൗഡ് റീഡിംഗ്. സ്വാമിത്ത എന്ന് വെച്ചാല് സൈലന്റ് റീഡിംഗ്. ഓക്കെ. التعبير التحريري ينقسم إلى
ഒന്ന് ആൻസർ ചെയ്യാൻ നോക്കണേ. റിട്ടേൺ എക്സ്പ്ലനേഷൻസ് ഇസ് ഡിവൈഡഡ് അൽ വലീഫി വൽ മൗഖഫി. ഫങ്ഷണൽ ആയിട്ടുള്ളതും സിറ്റുവേഷണൽ ആയിട്ടുള്ളതും. അൽ ഇംലാഇ വൽ ഇൻഷാഇ എന്താണ്? ഡിക്റ്റേഷൻ ആൻഡ് കമ്പോസിഷൻ. അതുപോലെ അൽ വലീഫി വൽ റസ്മി എന്താണ്? ഫങ്ഷണൽ ആൻഡ് ഫോർമൽ. അൽ വലീഫി വൽ ഇബ്ദാഇ ഫങ്ഷണൽ ആൻഡ് ക്രിയേറ്റീവ്. ആർക്കെങ്കിലും സി ശരിയാ അല്ലേ എന്നൊരു ഫീലിംഗ് ഉണ്ടോ? സി ശരിയല്ലേ എന്നൊരു ഫീലിംഗ് ഉണ്ടോ? ആർക്കുമില്ല? സി ഏകദേശം രണ്ടും ഒരേപോലെ തന്നെയല്ലേ മാഷെ? നമ്മളൊരു ജോലിന്റെ അതായത് ആവശ്യാർത്ഥം വദീഫി എന്ന് പറയുന്ന അതെ ഫങ്ഷണൽ റൈറ്റിംഗ്സിൽ പെടുന്നതാണ് ഒഫീഷ്യൽ റൈറ്റിംഗ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഏത് തന്നെയാണ് വരാ ആൻസർ? ഓപ്ഷൻ ഡി ആണ്, അൽ വദീഫി വൽ ഇബ്ദാഇ എന്നുള്ളതാണ്. വേറെ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ ഒരു ചോദ്യത്തിന് ഡൗട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഫങ്ഷണൽ റൈറ്റിംഗ്സ് എന്ന് പറയുന്നത് ഒഫീഷ്യൽ റൈറ്റിംഗ്സിൽ പെടുന്നതാണ്. ക്രിയേറ്റീവ് റൈറ്റിംഗ് എന്ന് പറയുന്നത് അൽ വദീഫി വൽ മൗഖഫി സിറ്റുവേഷണൽ ആയിട്ട് എഴുതുക എന്ന് പറയും. അതിനെ ജനറലൈസ് ചെയ്ത് പറഞ്ഞ സാധനമാണ് ഇബ്ദാഇ എന്ന് പറഞ്ഞത്. സിറ്റുവേഷനായിട്ട് ക്രിയേറ്റിവിറ്റി ഒന്നും ഉണ്ടാവാൻ സാധ്യതയൊന്നുമില്ല. ഓക്കെ, ഇപ്പോഴേ അത് സിറ്റുവേഷനായിട്ട് പറയുന്നത് ഇപ്പൊ സിറ്റുവേഷൻഷിപ്പിന്റെ കാലഘട്ടമാണ്. അറിയാലോ നിങ്ങൾക്ക്? അറിയോ സിറ്റുവേഷൻഷിപ്പ്? അറിയോ? അതെന്താ സംഭവം? അപ്പൊ പിന്നെ നിങ്ങൾ അറിയണ്ട. തഹരീർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പോസിഷൻ എന്ന് പറയും. അതായത് നമ്മുടെ എഴുത്ത് രൂപേണയുള്ള തഅബീർ തഹരീർ എന്ന് വെച്ചാൽ എഴുത്ത് രൂപേണയുള്ള കമ്പോസിഷനാണ് തഅബീർ തഹരീർ എന്ന് വെച്ചാൽ. നമ്മൾ രണ്ട് രൂപത്തിലാണ് നമ്മൾ പറയാറുള്ളത്. ഒന്ന് തഅബീർ ഷഫഹി ഉണ്ട്, മറ്റൊന്ന് തഅബീർ തഹരീരി ഉണ്ട്. തഅബീർ ഷഫഹി എന്ന് പറയുന്നത് ഓറൽ കമ്മ്യൂണിക്കേഷൻ, ഓറൽ കമ്പോസിഷനെയാണ്. അതായത് സംസാരങ്ങളെയാണ് നമ്മൾ തഅബീർ ഷഫഹി എന്ന് പറയാം. ഈ തഅബീർ തഹരീരിൽ പെടുന്ന സാധനമാണ് കിതാബത്ത് എന്ന് പറയുന്ന സംഭവം. നമ്മൾ അത് വേറെ തന്നെ പഠിച്ചതാണ് തഅബീർ എന്താണെന്നുള്ളതും. ആ തഅബീറുമായി റിലേറ്റഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ, ക്ലാസ്സിലുണ്ട് കേട്ടോ. നമ്മുടെ ക്ലാസ്സിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇൻഷാ അല്ലാഹ്. മിൻ മഅയാരി ജൗദത്തുൽ ഖത്ത് നല്ല ലിപിക്കുണ്ടാകുന്ന ഒരു അളവുകോൽ എന്താണെന്നുള്ളത്. ഇത് നല്ല ഒരു ഹാൻഡ് റൈറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ക്രൈറ്റീരിയ എന്താന്നുള്ളതാണ്. ആ തൻസീക്ക് ബൈനുള്ള ഹുറുഫ്, അതായത് പരസ്പരം ഒരു യോജിപ്പ് ഉണ്ടാവണം. ഹർഫുകൾ ലെറ്റേഴ്സിനിടയിൽ ഒരു യോജിപ്പ് ഉണ്ടാവണം. ഇമാലത്ത് ബാദൽ ഹുറുഫ് സ്ലാൻഡിങ് ചെയ്യണം. സം ലെറ്റേഴ്സ് സ്ലാൻഡിങ്. പിന്നെ അതുപോലെ തന്നെ തഫാവുത്ത് ബൈനൽ ഹുറുഫ് ഹർഫുകൾക്കിടയിൽ കുറച്ച് അൺഈക്വൽ ലെറ്റർ സൈസുകൾ അൺഈക്വൽ ആയിരിക്കുക എന്നുള്ളതാണ്. പിന്നെ തബായിൻ എന്ന് വെച്ചാൽ കോൺട്രാസ്റ്റ് എന്ന് പറയും. കോൺട്രാസ്റ്റ്, ലെറ്റേഴ്സിനിടയിൽ കോൺട്രാസ്റ്റ് ഉണ്ടാവുന്നതാണ്. അതായത് കളറിന്റെ അകത്ത് വരുന്ന സാധനമാണ് കോൺട്രാസ്റ്റ് എന്ന് പറയുന്ന സംഭവം. അതായത് ചില ലെറ്റേഴ്സ് കുറച്ച് കടുപ്പിച്ച് എഴുതുക, കുറച്ച് ലെറ്റേഴ്സുകൾ ലൈറ്റ് ആയിട്ട് എഴുതുക എന്നുള്ളതാണ് ഈ കോൺട്രാസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ വേണ്ടത് എന്താണ്? ഇപ്പോഴും നമ്മൾ പറഞ്ഞിരുന്നു തൻസീക്ക് ജമാല് എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങളാണ് അല്ലെ. തൻസീക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. തൻസീക്ക് ബൈന ഹുജ്മുൽ ഹുറൂഫ് എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു. ഓർക്കുന്നുണ്ടോ? ഒരു ആരോ കാട്ടിയിട്ട് ഇപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കണതാണ് നമ്മൾ പറഞ്ഞതാണ്. അൽ ഖത്തുൽ മുനാസിബു ലിൽ ഇബ്തിദാഇ പ്രാഥമിക വിദ്യാലയങ്ങളിൽ കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റിയ ബെസ്റ്റ് ലിപി ഏതാണ്? ഞാനിത് PYQ ഡിസ്കഷന് പഠിപ്പിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു ഇത് കുറച്ച് ഡീറ്റെയിൽഡ് ടോപ്പിക്കാണ്, വലിച്ചു വാരി പരീക്ഷയ്ക്ക് ചോദിക്കോ എന്നൊന്നും എനിക്ക് ഉറപ്പൊന്നുമില്ല.
നിങ്ങൾ ഈ ചോദ്യം കാണാതെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. പരീക്ഷയ്ക്ക് വീണ്ടും ചോദിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞതാണ്. അതുപോലെ തന്നെ ചോദിക്കുകയും ചെയ്തു. ഏതാണ്? ഖത്തു റുഖായാണോ? ഏത് മാഷേ? മാഷ് പറഞ്ഞു. ഓക്കെ ഓക്കെ, ബാറക്കല്ലാഹു ഫീക്. കണ്ടപ്പോ തന്നെ നമ്മൾ പഠിപ്പിച്ച സെയിം ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തു അല്ലേ? അതെ, ഖത്തു നുസ്ഖാണ് അല്ലെ? ഇബ്തിദായില് പറയുന്നത് ഖത്തു നുസ്ഖാണ്. യെസ്. മിൻ തുറുക്കി ഇക്തിസാബി മഹാറത്ത് ലുവ, ഭാഷ സ്കില്ല് ആർജിക്കുന്നതിന്റെ മെത്തേഡ് എന്താണ്? നിസിയാനാണോ, ഇറാദാണോ, തക്ലീദാണോ, ഇംല ആണോ? നിസിയാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഫോർഗെറ്റിംഗ്. ഇറാദ് എന്ന് പറയുന്നത് എന്താണ്? ഇറാദ് അവോയ്ഡിങ് എന്ന് പറയും. അവോയ്ഡിങ് എന്ന അത് ഇറാദാണ്. ഇറാദ് എന്ന് പറഞ്ഞാൽ ഇറാദ് എന്ന് വെച്ചാൽ അവോയ്ഡ് ചെയ്യുക. തക്ലീദ് എന്ന് വെച്ചാൽ ഇമിറ്റേഷൻ എന്നുള്ളതാണ്. ഇംല എന്ന് പറയുന്നത് ഡിക്റ്റേഷൻ ആണ്. ഞാനിത് ഇത് 4 സാധനങ്ങൾ പറഞ്ഞു തരുന്നു, ഓർക്കുന്നുണ്ടോ? ഏതൊക്കെയായിരുന്നു? ഇമിറ്റേഷൻ, ആവർത്തനം, തക്രാറ്, തക്ലീദ്, തക്രാർ, റിപ്പീറ്റേഷൻ, പിന്നെ മോട്ടിവേഷനും, തംറീന്, തഹ്രീർ അല്ലെ? തക്ലീദ്, തക്രാറ്, തംറീന്, തഹ്രീർ, അങ്ങനെയല്ലേ? ഉമ്മാന്റെ ചിരി കാണുമ്പോ മനുഷ്യൻ എന്തുകൊണ്ടാണ് ഉമ്മ വിളിക്കുന്നത് എന്ന് ഓർത്തിരുന്നാൽ തന്നെ ഇത് കിട്ടും നിങ്ങൾക്ക്. ഇത് തക്ലീദ് എന്നുള്ളതാണ് ശരിയായി വരിക. മുആലജത്തു അഖ്താഇ ലുഗവിയ്യ, ഭാഷാപരമായിട്ടുള്ള തെറ്റുകളെ നമ്മൾ പരിഹരിക്കേണ്ടതുണ്ട്. അതെങ്ങനെയാണ് ശരിയായ ഒരു ഏറ്റവും നല്ല മെത്തേഡ് എന്താണ്? ഇൻഡയറക്റ്റ് ആയിട്ട് ശരിയാക്കണം, അവർക്ക് പണിഷ്മെന്റ് കൊടുക്കണം, തെറ്റുകളെ അവോയ്ഡ് ചെയ്യണം, തൗബീഹ് ചെയ്യണം എന്നുള്ളത്. തൗബീഹ് പറഞ്ഞ എന്താ മാഷെ? ഭീഷണിപ്പെടുത്തുക. അതെ അതെ. സ്കോൾഡിങ് എന്നൊക്കെ നമ്മൾ പറയും. സ്കോൾഡിങ് എന്ന് പറയും തൗബീഹിന്. ഇൻഡയറക്റ്റ് ആയിട്ട് ചെയ്യാന്നുള്ളതാണ്. ഇത് നമ്മൾ ഒരു വലിയൊരു ക്വസ്റ്റ്യൻ ആയിട്ട് പഠിച്ച ഒരു സാധനമുണ്ട്, ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അതായത് ഞാനൊരു ഒക്കെ ഇതായിട്ട് നമ്മൾ 2012 കേട്ടിട്ട് കാറ്റഗറി 3 ചോദ്യം ഇതേപോലെ വന്നിരുന്നു. അപ്പൊ അതിന്റെ അകത്ത് നമ്മൾ കൺസ്ട്രക്റ്റിവിസം പറഞ്ഞിടത്താണ് ഈ ചോദ്യം നമ്മൾ പഠിച്ചത്, ഓർക്കുന്നുണ്ടോ? അതായത് കൺസ്ട്രക്റ്റിവിസം മെത്തേഡാണ് ഇന്ന് ഫോളോ ചെയ്യുന്നത്. അപ്പൊ അവർക്ക് നിങ്ങൾ എന്ത് ചെയ്ത് അവരുടെ തെറ്റുകൾ പറഞ്ഞു കൊടുക്കരുത്, ഇൻഡയറക്റ്റ് ആയിട്ട് അവരുടെ തെറ്റുകളെ തിരുത്തി കൊടുക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നത്. അതെങ്ങനെ ചെയ്യാന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു, ഓർക്കുന്നുണ്ടോന്ന് അറിയില്ല. അതായത് കുട്ടികൾ എന്ത് ചെയ്യുക, ബോർഡിൽ എഴുതിയിടുക, എന്നിട്ട് കുട്ടികളോട് ശരിയാണോ തെറ്റാണെന്ന് അവരോട് ചെക്ക് ചെയ്യാൻ പറയുക. അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്കുള്ള തെറ്റുകളെ നമുക്ക് തിരുത്താൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, കുറച്ച് തിയറികളോട് നമുക്ക് നോക്കാം. ബിഹേവിയറിസത്തിന് നമ്മൾ പറയുന്ന അറബി വാക്ക് എന്താണ്? നദരിയത്തുൽ ബന്നാഇയ, നദരിയത്തുൽ ഇജ്തിമാഇയ, നദരിയത്തുൽ സുലൂക്കിയ, നദരിയത്തുൽ തത്ബീഖിയ. ഏതാണ്? നദരിയത്ത് സുലൂക്കിയ എന്നുള്ളതാണ്. നദരിയത്തുൽ ബന്നാഇയ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസ്ട്രക്റ്റിവിസം. നദരിയത്തുൽ ഇജ്തിമാഇയ സോഷ്യൽ തിയറി എന്നാണ്. സോഷ്യൽ തിയറി എന്നാണ്, അല്ലാതെ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം ഒന്നല്ല കേട്ടോ, സോഷ്യൽ തിയറി എന്നാണ്. നദർ തത്ബീഖിയ എന്ന് വെച്ചാൽ ആപ്ലിക്കബിൾ തിയറി എന്നൊക്കെ പറയാം. പക്ഷെ നമുക്ക് അങ്ങനത്തെ സംഭവം പറയാനില്ല. സോഷ്യൽ ലേണിംഗ് തിയറി വേറെ തന്നെ ഉണ്ട്, ആൽബർട്ട് ബന്ദൂരയുടെ. അപ്പൊ ഇത് നദരിയത്ത് സുലൂക്കിയാണ് ബിഹേവിയറിസം. ഓക്കെ,
അവ്വലു മൻ വളഅ ഖവാനീന തഅല്ലും. ഇത് ഞാൻ പഠിപ്പിച്ചപ്പോൾ ഈ ക്വസ്റ്റ്യൻ വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഇതെന്റെ പിള്ളേർക്ക് അറിയാവുന്ന സാധനമാണല്ലോ എന്ന് ആലോചിച്ചിട്ട്. ചോംസ്കി ആണോ, സിഗ്മണ്ട് ഫ്രോയിഡ് ആണോ, തൊണ്ടേക്കാണോ, പിയാഷെയാണോ ആദ്യമായിട്ട് ഖവാനീന തഅല്ലും കൊണ്ടുവന്നത്? ട്രിപ്പോളജി എന്ന് പറഞ്ഞ സാധനം പഠിച്ചത് ഓർക്കുന്നുണ്ടോ? ട്രിപ്പോളജി ഓഫ് ലേണിംഗ്, ട്രൈപ്പോളജി ഓഫ് ലേണിംഗ്, സോറി. സന്നദ്ധതാ നിയമം, ആവർത്തന നിയമം ഇപ്പൊ കിട്ടും. എന്നിട്ടും കിട്ടിയില്ലെങ്കിൽ എന്റെ കുറ്റമല്ല കേട്ടോ. എന്നിട്ടും കിട്ടിയില്ലെങ്കിൽ എന്റെ കുറ്റമല്ല, തോണ്ടേക്കാണ്. നോക്കിക്കോ, അവലുമൻ വളഅ ഖവാനീന തഅല്ലും എന്ന് ഇവിടെ ചോദിച്ചു. ആലിമുൻ നഫ്സിയൻ ഖദ്ദമ ഖവാനീന തഅല്ലും എന്ന് 2019 ചോദിച്ചു. അവലുമൻ വളഅ ഖാനീന തഅല്ലും ഫി സിഫത്തിൻ ഷാമില എന്ന് 2025 കഴിഞ്ഞ തൊട്ട് മുമ്പ് കഴിഞ്ഞ പരീക്ഷയുടെ ചോദ്യ പേപ്പറിലും വന്നു. നമ്മളെ ക്ലാസ്സിൽ പറഞ്ഞതാ. ഇതിൻ്റെ അകത്ത് രസകരമായൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഓപ്ഷനുകൾ അതേപോലെ തന്നെ വന്നു എന്നുള്ളതാണ്. ചോംസ്കി, ജീൻ പിയാഷെ, അതിൻ്റെ അകത്ത് ജീൻ ഒഴിവാക്കി, സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് കംപ്ലീറ്റ് കൊടുത്തു, ഇതിൻ്റെ അകത്ത് സിഗ്മണ്ട് ഒഴിവാക്കി ഫ്രോയിഡ് എന്നാക്കി. പിന്നെ അവലുമൻ വളഅ കാനൂന് തഅല്ലും എന്നുള്ളത് ഖവാനീനി തഅല്ലും എന്നാക്കി, അത് ജമ്മാക്കി മാറ്റി. ഫി സിഫത്ത് ഷാമില ഒഴിവാക്കി. ഇതേ നടന്നു കൊടുക്കും. എന്താ ചെയ്യാ? പഠിപ്പിച്ചതല്ലേ. എന്താണ് കാനൂൻ ഇസ്തിഅദാദ്, ലോ ഓഫ് റെഡിനെസ്. ഒരു മനുഷ്യൻ എപ്പോഴാണോ പഠിപ്പിക്കാൻ വേണ്ടി ത്വര ഉണ്ടാവുക പഠിക്കാൻ വേണ്ടി ത്വര ഉണ്ടാവുക അപ്പൊ പഠിച്ചാലേ അവന് തലയിൽ നിൽക്കോളൂ എന്ന് പറഞ്ഞ സാധനം ലോ ഓഫ് റെഡിനെസ് എന്ന് പറയാം. ഒരു കാര്യം എപ്പോഴൊക്കെയാണോ നമ്മൾ ആവർത്തിക്കുക, നമ്മൾ നിരന്തരം ആവർത്തിക്കുന്നതിലൂടെ നമ്മുടെ മനസ്സിൽ അത് ഉറച്ചു നിൽക്കോളൂ എന്ന് പറയുന്നതാണ് ലോ ഓഫ് എക്സസൈസ് അഥവാ കാനൂൻ തദ്രീബ് എന്ന് പറയാം. എന്താണ് ഫല നിയമം പറയുന്നത്? നമ്മള് ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഒന്നുകിൽ എന്ത് കിട്ടണം? റിസൾട്ട് ഉണ്ടാവണം. മാർക്ക് ഇപ്പൊ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് കഷ്ടപ്പെട്ട് അനലൈസ് ചെയ്ത് അല്ലെ, അനലൈസ് എന്താ നിങ്ങൾക്ക് അറിയാലോ. നിങ്ങൾ അനലൈസ് ചെയ്തു, മാർക്ക് വിസിബിൾ ആയില്ല, എന്ത് തോന്നുന്നു നിങ്ങൾക്ക് എന്നോട്? എന്റെ നിലത്ത് വഴി അടിക്കാനുള്ള ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടാ ഇല്ലേ? സത്യം പറയണം. എന്നെ കൈ കെട്ടിയ നിലത്ത് വഴി നിങ്ങൾ തറയിലടിക്കൂലേ? എന്താ, നിങ്ങള് കഷ്ടപ്പെട്ട് ഒരു മണിക്കൂർ ഇരുന്ന് എഴുതിയ എക്സാമിലെ റിസൾട്ട് നിങ്ങൾക്ക് അറിയാൻ വയ്യ. ചില സമയത്ത് ഞാൻ മാർക്ക് വിസിബിൾ ആക്കൂല. അപ്പൊ നിങ്ങൾക്ക് നല്ല ദേഷ്യം വരും, എന്താ മാർക്ക് വിസിബിൾ ആകാത്തേന്ന്. മുമ്പ് ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ. അപ്പൊ ഒരു മനുഷ്യൻ ഇപ്പം നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ചു, എക്സാം എഴുതി, നിങ്ങൾക്ക് 10ൽ 2 കിട്ടിയത്. അടുത്ത വട്ടം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ തോന്നുമോ? ഇല്ല, തോന്നൂല. അതേസമയം 10ൽ 10 കിട്ടിയാലോ? പിന്നെ എഴുതാൻ തോന്നും. അതാണ് പറയുന്നത്. സന്തോഷകരമായിട്ടുള്ള ഒരു നമുക്ക് റിസൾട്ട് ആണ് കിട്ടുന്നുണ്ടെങ്കിൽ കുട്ടിക്ക് വീണ്ടും എന്ത് ചെയ്യും? അവൻ പഠനത്തോട് താല്പര്യമുണ്ടാവും. എന്നാൽ അവന് നിരാശപൂർണമായിട്ടുള്ള ഒരു റിസൾട്ടാണ് അവന് ലഭിക്കുന്നുണ്ടെങ്കിൽ അവനിൽ പഠനം പുരോഗമനം ഉണ്ടാവൂല, പഠനത്തോടുള്ള ഒരു പിന്നോക്കാവസ്ഥ ഉണ്ടാവും എന്നുള്ളതാണ്. പിന്നെ തഅല്ലുമുൽ മുബർമിജ്, പ്രോഗ്രാംഡ് ലേണിംഗിന്റെ പ്രത്യേകതയിൽപ്പെട്ടത് എന്താണ്? തഅല്ലുമുൽ ഫർദി ഒരു ഇൻഡിവിജ്വൽ ലേണിംഗ് ആണ്, അതൊരു ഗ്രൂപ്പ് ലേണിംഗ് ആണ്, ഒരു കോപ്പറേറ്റീവ് ലേണിംഗ് ആണ്, കൊളാബറേറ്റീവ് ലേണിംഗ് ആണ്. ഇത് നമ്മൾ പറഞ്ഞൊരു സാധനമാണ്. തഅലീമുൽ മുബർമിജ്. അതൊരു ഇൻഡിവിജ്വൽ ലേണിംഗ് അല്ലേ? തഅലീമുൽ മുബർമിജ് എന്ന് പറയുന്നത് BF സ്കിന്നർ കൊണ്ടുവന്നിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ലേണിംഗ് ആണ്. 1954 ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ലേണിംഗ് മെത്തേഡാണ് ഈ
പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻ എന്ന് പറയാം. ഇവിടെ ഹിയ ത്വരീഖതൻ ദാത്തിയ ഒരു സെൽഫ് ഡയറക്റ്റഡ് മെത്തേഡാണ് എന്ന് തന്നെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഉസ്ലൂബുൻ തദ്രീസുൻ അത് ഒരു പഠന ശൈലിയാണ്. യസ്മഹു അത് എന്താണ് അലോ ചെയ്യുന്നുണ്ട് ബി തഖ്ദീമി ശറഹിൽ മാദത്തി തഅലീമിയ ഫി മജ്മുഅത്ത് മിനൽ ഖതവാത്തിൽ മുതകാമില വൽ മുതതാബിയ മുൻതഖിയ. അതായത് കുട്ടിക്ക് പഠിക്കുന്ന, അത് ശ്രദ്ധിച്ച് മനസ്സിലാവുക, ഒരു കുട്ടിയെ പരിഗണിച്ച് അവന്റെ ബുദ്ധിയുടെ സീക്വൻഷ്യൽ സ്റ്റെപ്പ് എന്താണ് ലോജിക്കലായിട്ട് എന്ത് ചെയ്യുക, നമ്മൾ അതിനെ പരസ്പരം സെറ്റുകളായിട്ട് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുക കുട്ടിക്ക് കാര്യങ്ങൾ പ്രസന്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോ ഒന്ന് പഠിച്ച് അടുത്തത് പഠിക്കാൻ പറ്റും. അപ്പൊ അത് ചിലപ്പോ ഒരു അധ്യാപകന്റെ ആവശ്യം ഉണ്ടാവൂല. ഒരു കുട്ടിക്ക് ഒരു കാര്യം കണ്ട് ആ കാര്യം കംപ്ലീറ്റ്ലി പഠിച്ചതിന് ശേഷം അടുത്ത കാര്യങ്ങൾ മനസ്സിലാക്കി, അത് കംപ്ലീറ്റ് പഠിച്ചതിന് ശേഷം അടുത്തത് മനസ്സിലാക്കി, അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, അവനക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് പഠിച്ചു പോകാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ പ്രോഗ്രാംഡ് ലേണിംഗ് എന്ന് പറയാം. ഇഖ്തരി സൗജിൽ ഖാത്തിഇ, കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തുക. നവാത്തിജ് തഅലീമിയ ലേണിംഗ് ഔട്ട്കം, സിക്കാല സ്കഫോൾഡിംഗ്, നദറിയത്തുൽ ബന്നാഇയ അൽ ഇജ്തിമാഇയ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം, നദറിയത്തു സുലൂക്കിയ കോഗ്നിറ്റീവ് തിയറി. കോഗ്നിറ്റീവ് തിയറിക്ക് എന്താ പറയാ നമ്മള്? യെസ്, നദറിയത്തുൽ മഅറഫിയ എന്നാ പറയാം, മഅരിഫിയ എന്ന് പറയാം. സാഹിബു നദറിയത്ത് നമു അൽ മഅരിഫി, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറിയുടെ പിതാവാനാണ്. യെസ്, ഏതൊക്കെയാണ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ്? ഏതൊക്കെയാണ്? ഇദ്ദേഹത്തിന് 4 സ്റ്റേജുകൾ ഉണ്ട് നമ്മൾ പറഞ്ഞത്. ഏതൊക്കെയാണ് വരുന്നത്? ഹറക്കി, പിന്നെ ഇംഗ്ലീഷിൽ ആദ്യം പറ, അറബിയാണ് നിൽക്കട്ടെ. സെൻസറി മോട്ടോർ സ്റ്റേജ്, പ്രീ ഓപ്പറേഷൻ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ്, ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ്. ആ 4 സ്റ്റേജസ് ആണ് എന്ത് ഈ പറഞ്ഞ നദരിയത്തു നമുൽ മഅറഫി എന്ന് പറയാം. അതായത് ഒന്ന് സെൻസറി മോട്ടോർ സ്റ്റേജ്, എന്താണ് മർഹലത്തുൽ ഹിസ്സി അൽ ഹർക്കി എന്ന് പറയും, 0 മുതൽ 2 വയസ്സ് വരെ. പിന്നെ മർഹലത്തു മാ ഖബലൽ അമലിയാത്ത്, അതാണ് 2 മുതൽ 7 വയസ്സ് വരെ, പ്രീ ഓപ്പറേഷൻ സ്റ്റേജ്. മർഹലത്തുൽ അമലിയത്തുൽ മാദിയ 7 മുതൽ 12 വയസ്സ് വരെ. അവസാനം എന്താണ് അമലിയത്തുൽ മുജ്രിദ 12 മുതൽ അതിന് മുകളിലുള്ളത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. കണ്ടല്ലോ, മർഹലത്തുൽ ഇജ്റാഇയ, അസ്വരിയ, തഷ്കീലിയ, തജ്രീദിയ എന്നൊക്കെ പറയും. മിൻ മബാദിഇ നദരിയത്തുൽ ബന്നാഇയ, കൺസ്ട്രക്റ്റിവിസത്തിന്റെ പ്രിൻസിപ്പിൾ പെട്ടത് എന്താണ്? അൽ മുതഅല്ലിമു യുബ്നി മഅരിഫത്തു ബിനഫ്സിഹി, അൽ മുഅല്ലിമു മുഹബ്ബർ തഅല്ലും, അൽ ഹിഫ്ളു ഫഖത്ത് അത്തൽഖീൻ. ഒരു കുട്ടി സ്വയം അറിവ് നിർമ്മിക്കുന്നു എന്ന് പറയുന്നതാണ് എന്ത് കൺസ്ട്രക്റ്റിവിസത്തിന്റെ പ്രധാനപ്പെട്ട ആശയം. ഓക്കെ, റായിദു നദരിയത്തുൽ പെഡഗോജിയ അൽ ഇന്തിഖാദിയ, ക്രിട്ടിക്കൽ പെഡഗോഗിയുടെ റായിദ് ആരാണ്? സ്കിന്നർ, പൗലോ ഫെയറെ, ജീൻ പിയാഷെ, പാവ്ലോ. യെസ്, പൗലോ ഫെയറെ ആണ്. അദ്ദേഹം ഏത് എഡ്യൂക്കേറ്റർ ആണ്? പൗലോ ഫെയറെ ഏത് എഡ്യൂക്കേറ്റർ ആണ്? ദാറ്റ് മീൻ അദ്ദേഹം ഏത് നാഷണാലിറ്റിയിലുള്ള ആളാണ്? അദ്ദേഹം ഒരു ബ്രസീലിയൻ എഡ്യൂക്കേറ്റർ ആണ് കേട്ടോ. ഓക്കെ, ക്രിട്ടിക്കൽ പെഡഗോജി. ഇന്ന് തഅല്ലുമുൽ ഹിർജ എന്ന് പറയലുണ്ട്. അൽ പെഡഗോജിയൽ ഹിർജ എന്ന്, തഅല്ലുമുൽ ഹിർജ എന്നൊക്കെ പറയുന്നത് ക്രിട്ടിക്കൽ പെഡഗോജിയെ. അൽ പെഡഗോജിയത്തിൽ ഇന്തിഖാദിയ എന്നും പറയലുണ്ട്. ഓക്കെ,
അത് ഇത്രയും നിങ്ങൾ ജസ്റ്റ് ഇദ്ദേഹത്തെ മാത്രം പറഞ്ഞോ, എന്താണെന്നൊന്നും പഠിക്കേണ്ട കാര്യം നിങ്ങൾക്കില്ല. ഓക്കെ, ഇനി എന്താണ് ഇവാലുവേഷനുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് നോക്കി അവസാനിപ്പിക്കാം. അത്തക്വീമുൽ ഹദീസ് യത്തസിഫു ബി. മോഡേൺ ഇവാലുവേഷൻ അത് വേറിട്ട് നിൽക്കുന്നത് തക്വീമുൽ ഫർദി അൽ ഫസ്ലി ഇൻഡിവിജ്വൽ ആൻഡ് ക്ലാസ് ടെസ്റ്റുകളിലാണോ, അത്തക്വീമുൽ മുസ്തമിദിൽ മുസ്തമിർ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷനിലാണോ, അത്തക്വീമുൽ ഫസ്ലി അൽ മുസ്തമിർ കണ്ടിന്യൂസ് ക്ലാസ് ടെസ്റ്റിലാണോ, തക്വീമുൽ ഫർദി അൽ ജിമായി ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് ഇവാലുവേഷനിലാണോ? ഏതാണ്? കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ ആണ്. എന്താണ് കണ്ടിന്യൂസ് ആൻഡ് കണ്ടിന്യൂസ് ഇവാലുവേഷൻ കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഫി നിഹായത്തി സന ഫക്കത്ത് എൻഡ് ഓഫ് ദി ഇയറിൽ മാത്രം നടത്തുന്നതാണോ, മറ വാഹിദ ഒരൊറ്റോടെ നടത്തുന്നതാണോ, ബാദൽ ഇംതിഹാൻ എക്സാമിനേഷന് ശേഷമാണോ, അസ്നായി അമൃത് തദ്രീസ് പഠന അതായത് ടീച്ചിങ് ആൻഡ് ലേണിംഗ് പ്രോസസ്സിനിടയിലാണ് കണ്ടിന്യൂസ് ഇവാലുവേഷൻ നടക്കുന്നത്? എപ്പോഴാണ്? പഠിപ്പിക്കുന്നതിനിടയിലാണ്. സിനാഅമൽത്തി തദ്രീസ് എന്നുള്ളതാണ് കറക്റ്റ് വരിക. നഷാത്തുൻ തക്വീമിയുൻ മുനാസിബുൻ ലി സൊഫിൽ ലവൽ. അതായത് ഒന്നാം ഗ്രേഡിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഇവാലുവേഷൻ ആണ് ഏതാണ്? കിതാബുൽ മക്കാല എസ്സേ റൈറ്റിംഗ് ആണോ, അതല്ല ഇഖ്തിയാറുൽ ഹുറൂഫുൽ സ്വഹീഹ് ശരിയായ ലെറ്റേഴ്സ് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണോ, അതല്ല ഇഅ്ദാദു തക്രീർ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുക എന്നുള്ളതാണോ, മുനാഖശത്തുൻ അദബിയ ഒരു ലിറ്റററി ഡിസ്കഷൻ സംഘടിപ്പിക്കുക എന്നുള്ളതാണ്? എന്താണ് ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഇവാലുവേഷൻ പ്രോസസ്സ്, യോജിച്ച പ്രോസസ്സ് എന്നുള്ളതാണ്? കറക്റ്റ് ആണ്. ഇഖ്തിയാറുൽ അൽ ഹുറൂഫു സ്വഹീഹ് ശരിയായ ലെറ്ററുകൾ തിരഞ്ഞെടുക്കുക എന്നാണ് ഒന്നാം ക്ലാസ് നമുക്ക് ചെയ്യാൻ പറ്റുക. അപ്പോ ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കാം. ഓക്കെ, ഇത് ഇത്രയും ഏകദേശം നിങ്ങൾക്ക് ശരിയായിട്ടുള്ളതല്ലേ? തെറ്റിട്ടുണ്ടാവൂലല്ലോ? ഓക്കെ, അപ്പോ ശുക്രൻ ജസീലൻ ലിഹ്സ്നി ഇസ്തിമാഇക്ക്. ഇതിന്റെ ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്തൊരു സെഷനായിട്ട് നമ്മൾ പറയൂ കേട്ടോ. ഏകദേശം 30ഓളം ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഇതിന്റെ PDF-ഉം റെക്കോർഡ് ക്ലാസ് പിന്നീട് അവൈലബിൾ ആകും. പിന്നെ നമുക്ക് ഇതിന്റെ ബാക്കി അടുത്തൊരു സെഷനിലായിട്ട് എടുത്ത് തീർക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.